Hello everyone. 2018 ശേഷം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബൂം ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സൈക്കോളജി ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സൈക്കോളജിയിൽ ഒരുപാട് രീതിയിലുള്ള വൈഡ് വെറൈറ്റീസ് ഉണ്ട്. ഓർഗനൈസേഷണൽ സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്. എന്തിലേറെ ഇന്ന് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ചൈൽഡ് സൈക്കോളജിയിൽ ആക്ച്വലി നമ്മൾ ആ പേര് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ അവരിൽ ഉണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ, ഒരു കുട്ടി വ്യക്തിത്വമായിട്ട്, അതായത് ആ കുട്ടിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൈൽഡ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തിലേറെ ഒരു കുട്ടിയുടെ പ്രസവം മുതൽ ആ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം ഒരു മരണം വരെ ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ പല ചേഞ്ചസും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ട് നമ്മൾ ചൈൽഡ് സൈക്കോളജിയിൽ പഠിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചൈൽഡ് സൈക്കോളജിയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും തന്നെ പാരൻസിനും ഇനി പാരൻസ് ആവാൻ പോകുന്നവർക്കും ഈ ഒരു ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. എന്തിലേറെ നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളായിട്ട് ഏറ്റവും ഇണചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ടീച്ചിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം TTC, മോണ്ടിസറി പോലത്തെ കോഴ്സുകളിൽ നമ്മളൊക്കെ ആക്ച്വലി ചൈൽഡ് സൈക്കോളജി എന്നുള്ള വിഷയം നമ്മൾ എലാബറേറ്റ് ചെയ്ത് അറൗണ്ട് ഒരു 6 മന്തോളം നമ്മൾ ഈ ഒരു വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രിനേറ്റൽ ഡെവലപ്മെൻറ്റ്, അതായത് ബർത്ത് സമയം മുതൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ADHD, ASD പോലത്തെ ലേണിംഗ് ഡിസബിലിറ്റി ഡിസോർഡേഴ്സും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. എന്തിലേറെ നമുക്ക് പല സൈക്കോളജിക്കൽ തിയറീസ്, അതായത് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്ന, ബ്രെയിൻ്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല സൈക്കോളജിക്കൽ തിയറീസും നമ്മൾ മോണ്ടിസറി, TTC പോലത്തെ കോഴ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആളുകൾ ടീച്ചേഴ്സ് ആയതുകൊണ്ടും എസ്പെഷ്യലി TTC, മോണ്ടിസറി പോലത്തെ ടീച്ചേഴ്സ് ഏറ്റവും ചെറിയ കുട്ടികളായിട്ട് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ഏരിയ ആണ് ആക്ച്വലി ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള TTC, മോണ്ടിസറി പോലത്തെ കോഴ്സുകളിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ദി നമ്പർ ഗിവൺ ബിലോ. താങ്ക് യു സോ മച്ച്.